നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് ദക്ഷിണയുണ്ട്. അപ്പോൾ ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ തലക്കെട്ടെന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സാന്നിധ്യം ഈ വ്യക്തിയിലേക്ക് വരുന്നു. ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തടസ്സപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളുടെയും കെട്ടുകൾ അഴിയുന്നു. ഇതാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന തലക്കെട്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നന്നായി ധ്യാനിച്ചു കൊണ്ടുവേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാനായി ശ്രമിക്കുക. തീർത്തും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പാനപാത്രത്തിൻ്റെ അളവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പരിഹാസവും സംശയവും ഇഷ്ടക്കുറവും അവഗണനയും ഒക്കെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള പ്രണയത്തെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ ഊർജം കൂട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർത്തും ഇവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ തേടി വരുന്നതായി കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇതിൻ്റെ അവസാനം എന്ന് കാണിക്കുന്നത് സന്തോഷമാണ്. സന്തോഷവും അഭിവൃദ്ധിയും തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ വ്യക്തിയുടെ കരിയർ ലൈഫിനും ഈ വ്യക്തിയുടെ ജോലിക്കും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കും കൊടുത്തുവെന്ന കാര്യം നമ്മൾക്ക് ഇതിലൂടെ നന്നായി വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചതായി കാണിക്കുന്നുണ്ട്. ആ മറച്ചു വെച്ച പല രഹസ്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി മറ്റുള്ളവരായിട്ട് എന്തുകൊണ്ടോ വളരെയധികം പോരാടിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണപ്പെടുന്നു. കാരണം നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അതിനാൽ തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആശയക്കുഴപ്പത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇതിൽ ആർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മറ്റുള്ളവരുമായി മെല്ലിടേണ്ടി വരുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് വാക്ക് തർക്കത്തിനോ തല്ലുപിടുത്തത്തിനോ നിൽക്കേണ്ട സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ഒരു ബാലൻസ് ഇല്ലാതെ പോകുന്നതായി നമുക്ക് കാണാം. അതായത് ഇവിടെ രണ്ടു പേരുടെയും എനർജി ഒരു തുല്യത അവസ്ഥയിലേക്ക് വരണം. അതിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങൾ അത്രയും അധികം പ്രയത്നിക്കുന്നതായും നമുക്കിവിടെ കാണാം. പക്ഷേ ഈ വ്യക്തി എപ്പോഴൊക്കെയോ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി പലതരത്തിലുള്ള മോശപ്പെട്ട കൂട്ടുകെട്ടുകളും വേണ്ടാത്ത ബന്ധങ്ങളും ഈ വ്യക്തിയെ തേടി വന്നതായിട്ടും അതിൽ പല കുഴികളിലും ഈ വ്യക്തി വീണു പോയതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം പശ്ചാത്താപം വരുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പലവരും അത്രയും അധികം സന്തോഷം ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവർ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു സാഹചര്യത്തിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള സത്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ രണ്ടുപേരും ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം. ചെറിയ കാലം മുതൽ തൊട്ട് തന്നെ ചെറുപ്പത്തിലെ തന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സുഹൃത്തുക്കളായവരായിരിക്കാം. പിന്നീട് അങ്ങോട്ട് വളർന്ന് വലുതായപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി ഇടം പിടിച്ചതാകാം.
പക്ഷെ നിങ്ങൾ നല്ലൊരു കമിതാക്കളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു ബന്ധത്തിന് അത്രയും അധികം ഊർജവും ഉത്സാഹവും സന്തോഷമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ രണ്ടുപേരേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കാണ് അറിയാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ കൂടെ നടന്നിരുന്നവർ തന്നെയാണ് നിങ്ങളെ ചതിച്ചിട്ടുള്ളത്. ആ ഒരു സത്യം ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷെ പ്രപഞ്ചശക്തി ഇവിടെ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മാറ്റങ്ങൾ. അതിലൂടെ നിങ്ങളുടെ ഓർമ്മകൾ അയവിറക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുവാനും ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു ആഗ്രഹം വരാനുമൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഒരുക്കി കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് തീർത്തും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു അവസരം. ഇവിടെ തീർത്തും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും വളരെ ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റിയാണ്, വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ജോലിയിൽ തന്നെ തുടർന്ന് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മൂല്യമുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ഇനി ഈ വ്യക്തിയുടെ പുറകെ പോകാൻ നിങ്ങളെ കിട്ടില്ല എന്നുള്ള ആ ഒരു സമീപനം ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം വിഷമത്തിൽ ഇരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പലതരത്തിലുള്ള തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തി പശ്ചാത്തപിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല. ഈ വ്യക്തി എന്താണോ പറയുന്നത് അതാണ് ശരി എന്നുള്ള മനോഭാവത്തിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു അഹങ്കാരം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിച്ചതായി നമുക്കിവിടെ കാണാം. അത് കരിയർ ജീവിതത്തിലുമായിരിക്കാം, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും ആയിരിക്കാം. അങ്ങനെ ഒട്ടനവധി സാഹചര്യങ്ങളിൽ ഈ വ്യക്തി വിജയിച്ചു പോകുന്നതായി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലോ പ്രണയ ജീവിതത്തിലോ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി ആ ഒരു അഹങ്കാരപൂർണമായിട്ടുള്ള മനോഭാവം നിങ്ങളുടെ അടുത്തെടുത്തപ്പോൾ തീർച്ചയായിട്ടും അവിടെ പരാജയപ്പെട്ടു പോയത് ഈ വ്യക്തി തന്നെയാണ്. പക്ഷെ ആ ഒരു സത്യം ഈ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്കാണ് ഇപ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യമൊക്കെ ഈ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ നീ ചെയ്യുന്നത് ശരിയാണ്, നീ ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഈ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വ്യക്തിക്ക് കൂടുതൽ മോശപ്പെട്ട അറിവുകൾ പകർന്നു കൊടുക്കുകയും ചെയ്ത വളരെ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയില്ല. കാരണം അവർക്ക് വേണ്ടത് ഈ വ്യക്തിയിൽ നിന്നും വേറെ പല കാര്യങ്ങളുമായിരുന്നു. അത് ലഭിക്കേണ്ടത് അവർക്ക് ലഭിച്ചപ്പോൾ അവർ ഈ വ്യക്തിയെ വിട്ടുപോയി. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വന്തം മാതാപിതാക്കളെ പോലും നിയന്ത്രിക്കുന്നത് ഈ വ്യക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പേഴ്സണൽ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാം. എന്തായാലും വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി തന്നെയാണ്. എന്ത് കാര്യവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത്രയും അങ്ങേയറ്റം അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. നല്ലൊരു കഥാകൃത്താകാം, നല്ലൊരു നൃത്തം ചെയ്യുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയും ആകാം. എന്തായാലും ഈ വ്യക്തിയുടെ കഴിവിലും സൗന്ദര്യത്തിലും സമ്പത്തിലും ഈ വ്യക്തി നന്നായി അഹങ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് ഈ വ്യക്തി നല്ല രീതിയിൽ അത് കുറച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഈ വ്യക്തിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ പാഠങ്ങളെല്ലാം ഈ വ്യക്തിയെ നല്ലൊരു മനുഷ്യനായി വാർത്തെടുക്കുന്നതിനുള്ള സാഹചര്യം ഒത്തുവന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അതെ, ഈ വ്യക്തിയിലേക്ക് വരുന്ന, അതായത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം പലതരത്തിലുള്ള ബന്ധനങ്ങൾ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ പലവരും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ ശ്രമിച്ചിരുന്നു. ആ മോശപ്പെട്ട കെട്ടുകൾ അല്ലെങ്കിൽ ആ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ, ആ ചങ്ങലകൾ ഇവിടെ പൊട്ടിച്ചഴിയുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
തീർച്ചയായിട്ടും ഇപ്പോൾ ബന്ധങ്ങളുടെ വിലയും നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളുടെ സ്നേഹം എത്രത്തോളം നന്മയുള്ളതായിരുന്നു എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ബാലൻസ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ശരിയായി വരുമ്പോൾ മറ്റു വശം ശരിയാവുകയില്ല, മറ്റു വശം കൃത്യമായി വരുമ്പോൾ മറുവശം മോശപ്പെട്ടു പോകും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ പക്കൽ ഉണ്ടാകാം. അത് വിദ്യാഭ്യാസമായിക്കോട്ടെ, വരുമാനമായിക്കോട്ടെ, നല്ലൊരു കരിയർ ലൈഫ് ആയിക്കോട്ടെ, എല്ലാം ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ മാത്രമില്ല എന്നുള്ള സത്യം ഈ വ്യക്തിയെ വളരെയധികം ദുഃഖിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ വിഷമിക്കുന്ന ഒരു രാജകുമാരൻ അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു രാജകുമാരി, ആ ഒരു പട്ടമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. കാരണം ആ വിഷമത്തിനും വിഷാദത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു വരുന്ന വ്യക്തികളായിട്ട് കാണപ്പെടുന്നു. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്കും അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു പദത്തിനോട് 100% അനുകൂലിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിട്ടും നമുക്കിവിടെ കാണാം. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിലും പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ 50,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുന്നു. അതിനും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി. നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.